ചേച്ചി, ടിഫിൻ റെഡിയായോ? എനിക്ക് നേരെ വൈകുന്നുണ്ട്. ആഹാ, കഴിഞ്ഞു. ഇന്ന് ആലു പൊറോട്ടയാ ഉണ്ടാക്കിയത്. സൂപ്പർ. എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ തന്നെ ടിഫിൻ ഉണ്ടാക്കിയിരിക്കുന്നു. ഞാൻ ഇന്ന് എല്ലാ ജോലിയും നിർത്തിയിട്ട് സമാധാനമായി ഇരുന്ന് ഈ പൊറോട്ട കഴിക്കാൻ പോവുകയാണ്. നീയും പെട്ടെന്ന് ചെയ്യ്. ഇല്ല, സത്യമാണ് ചേച്ചി, നിങ്ങളാണ് ബെസ്റ്റ്. ആ, അത് ശരിയാ. പക്ഷെ രസിക ഈ വീട്ടിൽ വരുമ്പോ നോക്ക, നീ രസികയെ പുകഴ്ത്തുമോ അതോ എന്നെയോ? എന്താ ചേച്ചി വീണ്ടും അത് തന്നെ പറയുന്നേ? നിങ്ങൾ കിച്ചണിലേക്ക് പോകൂ. പൊറോട്ട ഉണ്ടാക്കുന്നതിൽ നന്നായി ശ്രദ്ധിക്കേ. ഏട്ടത്തേരെ അനിയന്റെ നല്ല സ്പെഷ്യലായ ബന്ധമാണ്. ഇതില് ബഹുമാനവും കാണും, കളിഞ്ചിരിയും കാണും. സരിതയുടെ കല്യാണം കിഷോറുമായി കഴിഞ്ഞു. രാഹുൽ അവന്റെ അനിയനാണ്. കിഷോറിനും രാഹുലിനും 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. രാഹുൽ ചെറുതായിരുന്നപ്പോ തന്നെ അവന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. അവര് പോയതിനു ശേഷം ആദ്യം കിഷോറും പിന്നെ ഏട്ടത്തിയായി വന്ന സരിതയും അവനെ മോനായിട്ടാണ് നോക്കിയത്. സരിതയ്ക്കും കിഷോറിനും കുട്ടികളില്ലാത്ത കൊണ്ട് അവരുടെ എല്ലാ സ്നേഹവും അവർ രാഹുലിനാ കൊടുത്തത്. രാഹുൽ രസിച്ച് പൊറോട്ട കഴിച്ചോണ്ടിരിക്കുമ്പോ അവിടെ കിഷോർ വന്നു. എന്താ നീയ ഇന്ന് എന്താ ഉണ്ടാക്കിയിരിക്കുന്നത്? വാ ചേട്ടാ, ലോകത്തിലെ ബെസ്റ്റ് ഷെഫിനെ കാണ്. ആലു പൊറോട്ട സ്പെഷ്യലിസ്റ്റാണ് ദേ ഈ ചേച്ചി. സോപ്പിടുന്നതിന് നിന്നെ കണ്ടു പഠിക്കണം. പിന്നെന്തൊക്കെയുണ്ട്? വേറെ ഒന്നുമില്ല. ഇനി 1 മാസം കഴിഞ്ഞ് എക്സാം, പിന്നെ ജോലിക്ക് തയ്യാറാവണം. ഗുഡ്. ഇപ്പോ നമ്മുടെ അച്ഛനമ്മയും ജീവിച്ചിരുന്നെങ്കിൽ അവർ സന്തോഷപ്പെടുമായിരുന്നു. ഉടനെ നീ ജോലി അന്വേഷിക്കാനായി തുടങ്ങ്. രസികയെ പോയി കൊണ്ടുവരാം. ഒട്ടും സമയമില്ല. എന്താ ചേട്ടാ, ചേട്ടൻ അത് തന്നെ പറയുന്നത്. പൊറോട്ട കഴിക്ക്. ഞാനൊന്ന് സമാധാനായി ഈ പൊറോട്ട ഒന്ന് കഴിച്ചോട്ടെ. ഈ ശാന്തി ആരാ? അവക്ക് വേണ്ടിയും പൊറോട്ട പാക്ക് ചെയ്യട്ടെ. ഓഹോ, രണ്ടുപേരും സമാധാനായി ഇരിക്കേ. കിഷോറിന്റെ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ ചിരിയും കളിയുമായിരുന്നു. കിഷോർ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. സരിത വീട്ടമ്മയായിരുന്നു. അമ്മയച്ഛനും ഒത്തു മരിച്ചുകൊണ്ട് ബന്ധുക്കൾ കിഷോറിന്റെ കല്യാണം നേരത്തെ തന്നെ നടത്തി. രണ്ടുപേരും കൂടെ ചേർന്ന് രാഹുലിനെ നോക്കാൻ വേണ്ടി. സരിതയും ഏട്ടത്തിയല്ല അമ്മയുടെ രൂപത്തിൽ രാഹുലിനെ നന്നായി നോക്കുമായിരുന്നു. ഇങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. രാഹുലിന്റെ കോളേജിന്റെ പഠിത്തം കഴിയാറായിരുന്നു. പിന്നെ ഒരു ദിവസം കോളേജിൽ ഹായ്. ഹായ് രസിക, സുഖായിരിക്കുന്നോ? ഞാൻ സുഖായിരിക്കുന്നു. നിങ്ങളോ? അല്ല, എന്തു പറ്റി? ഇന്ന് ബഹുമാനൊക്കെ തരുന്നുണ്ടല്ലോ. പിന്നെ എന്താ വിളിക്കണ്ടേ? നീ എന്ന് പറ. ഞാൻ നിന്നെ വിളിക്കുന്നത് പോലെ. ഞാൻ നിങ്ങളെ നീ എന്ന് വിളിക്കണം. വീണ്ടും അത് തന്നെയോ? ശരി, അതൊക്കെ പോട്ടെ. അങ്കിളിനും ആന്റിക്ക് സുഖമല്ലേ? അവര് നന്നായിരിക്കുന്നു. ചേട്ടനും ചേട്ടത്തി എങ്ങനെ ഇരിക്കുന്നു? ആ, അവര് സന്തോഷമായിട്ടിരിക്കുന്നു. ശരി രസിക, ഞാൻ പോവാണ്. എനിക്ക് ഫ്രണ്ട്സിന്റെ കൂടെ മൂവിക്ക് പോണം. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ശരി, പിന്നീട് കാണാം. ഓക്കെ, ബൈ. ബൈ. രസിക ആഗ്രഹിച്ചു രാഹുൽ അവളെയും സിനിമയ്ക്ക് കൊണ്ടുപോകണമെന്ന്. പക്ഷെ രാഹുൽ എപ്പോഴും ഒഴിഞ്ഞു മാറുമായിരുന്നു. രസിക അവിടെ നിന്ന് വിഷമിച്ച് വീട്ടിലേക്ക് പോയി. ശരിക്കും രാഹുലിന്റെ രസികയുടെ അച്ഛന്മാർ നല്ല കൂട്ടുകാരായിരുന്നു. അവർ ചെറുപ്പത്തിൽ തന്നെ അവർ രണ്ടുപേരുടെയും കല്യാണം തീരുമാനിച്ചായിരുന്നു. പക്ഷെ കല്യാണത്തിന് മുമ്പ് തന്നെ രാഹുലിന്റെ അച്ഛനും അമ്മയും മരിച്ചു. പക്ഷെ കിഷോറിന്റെയും സരിതയുടെ ആഗ്രഹം രസിക തന്നെ മരുമകളായി വരണമെന്ന്. അതുകൊണ്ട് അവര് രസികയുടെ പേര് പറഞ്ഞ് എപ്പോഴും രാഹുലിനെ കളിയാക്കും. രസികയും രാഹുലിനെ ഭർത്താവായി കണ്ടു. അവള് ചിലപ്പോഴൊക്കെ രാഹുലിനെ കാണാനായി ഒരുങ്ങിയിട്ടൊക്കെ കോളേജിൽ വരുമായിരുന്നു. അവനോട് മിണ്ടാനായി ശ്രമിക്കുമായിരുന്നു. രാഹുൽ ഒഴിഞ്ഞു മാറുമായിരുന്നു. ഇപ്പൊ അവർ രണ്ടുപേരും വലുതായപ്പോ കല്യാണത്തിനെ കുറിച്ചും സംസാരം വന്നു. വാവാ കിഷോർ മോനെ, സുഖാണോ? നമസ്കാരം ആന്റി, ഞാൻ സുഖായിരിക്കുന്നു. നമസ്കാരം ആന്റി, സുഖാണോ? ഞാനും നന്നായിരിക്കുന്നു. രസിക, രസിക, പെട്ടെന്ന് വാ. നോക്കിയ നിന്നെ കാണാരോ വന്നേന്ന്. അവളുടെ അമ്മയുടെ ശബ്ദം കേട്ട് രസിക സന്തോഷത്തിലായി. അവള് പെട്ടെന്ന് തലയിൽ ഷോൾ ഇട്ട് വെളി വന്നു. വന്നതും കിഷോറിന്റെ സരിതയുടെ അനുഗ്രഹം വാങ്ങി. പക്ഷെ അവള് വേറെ ആരെയോ തേടുകയായിരുന്നു. എന്തു പറ്റി രസിക? ആരെയാ തേടുന്നേ? ആരെയല്ല, ഞാൻ ചായ കൊണ്ടുവരാം. രസിക പറഞ്ഞത് കേട്ട് അവിടെ എല്ലാരും ചിരിച്ചു. അപ്പൊ കിഷോർ പറഞ്ഞു, ആന്റി, സമയമായി. നമുക്ക് നമ്മുടെ കടമ നിർവഹിക്കേണ്ടതില്ലേ? ആ മോനെ, എനിക്കും അതാണ് ആഗ്രഹം. എനിക്കും ആരോഗ്യ പ്രശ്നമുണ്ട്. ഡോക്ടറും പറഞ്ഞു കഴിഞ്ഞു. ഏത് ഷുഗറാണോ രസിക്കയുടെ അച്ഛനെ കൊന്നത്, അതിപ്പോ എന്നെയും കൊല്ലുകയാണ്. ഇപ്പൊ ഇൻസുലിൻ കൊണ്ടും ഒരു ഉപയോഗമില്ല. ധൈര്യമായിട്ടിരിക്കും ആന്റി, എല്ലാം ശരിയാകും. ആ മോളെ, രസിക നിങ്ങളുടെ വീട്ടിൽ വന്നാ മതി. അതിനുശേഷം ദൈവം എന്നെ എപ്പോ വിളിച്ചാലും കുഴപ്പമില്ല. അന്ന് തന്നെ ജോത്സ്യനെ കണ്ട് കല്യാണ തീയതി കുറിച്ചു. ഇത് കണ്ടതും രസികയ്ക്ക് സന്തോഷമായി. പക്ഷെ വീട്ടിൽ വന്ന് കിഷോർ ഈ കാര്യം രാഹുലിനോട് പറഞ്ഞതും അവ ഒരുപാട് വിഷമത്തിലായി. പിന്നെ ദേഷ്യത്തിൽ പറഞ്ഞു, ചേട്ടാ ചേച്ചി, എനിക്ക് രസികയെ കല്യാണം കഴിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. ഇതെന്താ ഇങ്ങനെ പറയുന്നത് രാഹുൽ? അച്ഛന്റെ അമ്മയുടെ ഇഷ്ടം ഇതല്ലേ? അപ്പൊ എന്റെ ഇഷ്ടോ? എനിക്ക് രസികയെ ഇഷ്ടമല്ല. ഇതാണ് എന്റെ തീരുമാനം. അവക്കെന്താ കുഴപ്പം?
സുന്ദരിയാണ്, സംസ്കാരിയാണ്. അത് നിങ്ങൾക്ക് അറിയില്ല ചേച്ചി. അവൾ ഒരു സാധാരണ ട്രഡീഷണൽ പെൺകുട്ടിയാണ്. എനിക്കത് സെറ്റാവില്ല. ദേ നോക്ക് രാഹുൽ, രസികയുമായിട്ടാണ് നിന്റെ കല്യാണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഓർത്തോ. വില്ലിനെ കുറിച്ച് കേട്ടതും രാഹുൽ മിണ്ടാതിരുന്നു. അവന് സമ്മതിക്കേണ്ടി വന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവരുടെ കല്യാണം നടന്നു. രസിക സന്തോഷത്തിലായിരുന്നു. അവള് വീട്ടുജോലിയിൽ സരീത്തെ സഹായിക്കുമായിരുന്നു. കിഷോറിനെ ബഹുമാനിക്കുമായിരുന്നു. പക്ഷെ മറ്റൊരു വശത്ത് രാഹുൽ എപ്പോഴും മിണ്ടാതിരിക്കുമായിരുന്നു. അവൻ സന്തോഷത്തിലല്ല എന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം ഡൈനിങ് ടേബിളിൽ, രാഹുൽ, ഇന്ന് വക്കീൽ സാർ വരുന്നുണ്ട്. 3-4 പേപ്പറിൽ നിന്റെ സൈൻ ആവശ്യമാണ്. ശരി ചേട്ടാ, ഞാൻ ഒപ്പിടാം. ഞാൻ ഓഫീസിൽ പോകട്ടെ. കിഷോറിന്റെ രാഹുലിന്റെ അച്ഛൻ ശംഭുനാഥ് ഒരു വിൽപത്രം എഴുതിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് രാഹുലിന് സ്വത്തുക്കളുടെ പകുതി അന്നേ കിട്ടൂ എന്നവൻ രസിക്കിനെ വിവാഹം കഴിക്കൂ. രസിക്കയുമായി കല്യാണത്തിന് ശേഷം കിഷോർ ഡോക്യുമെന്റ്സിനെ കുറിച്ച് രാഹുലിനോട് പറഞ്ഞു. വൈകുന്നേരം വക്കീല് വന്ന് അവനെ കൊണ്ട് പേപ്പേഴ്സിൽ സൈൻ ചെയ്യിപ്പിച്ചു. ഇപ്പൊ ശംഭുനാഥിന്റെ പകുതി സ്വത്തുക്കൾ രാഹുലിന്റെയാണ്. കുറച്ചു ദിവസം കഴിഞ്ഞ് എല്ലാവരും രാവിലെ എണീച്ചപ്പോ രസിക്കയുടെ കരച്ചിൽ കേട്ടു. അവളുടെ കയ്യിൽ ഒരു എഴുത്തുണ്ടായിരുന്നു. ആ കത്ത് രാഹുൽ അവൾക്ക് വേണ്ടി വിട്ടിട്ട് പോയതായിരുന്നു. ആ കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, രാഹുൽ രസിക്കേനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അവൾ അവന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു. അവൻ അവന്റെ അച്ഛന്റെ സ്വത്തുക്കൾക്ക് വേണ്ടി മാത്രമാണ് അവളെ കല്യാണം കഴിച്ചതെന്ന്. അവന്റെ ഭാഗം എടുത്തോണ്ട് അവന്റെ ആദ്യ ഭാര്യയ്ക്കൊപ്പം വിദേശത്ത് പോകുമെന്ന്. കിഷോർ ഉടനെ രാഹുലിനെ ഫോൺ ചെയ്തു. പക്ഷെ അവൻ ഫോൺ എടുത്തില്ല. അവൻ മെസ്സേജ് ചെയ്തു അവൻ ഇനി രസികയോ കിഷോറോ സരിതയായിട്ട് ഒരു ബന്ധവുമില്ലെന്ന്. ഓ, എന്ത് കാര്യ ചെയ്തിരിക്കുന്ന രാഹുൽ? ഇത് ചെയ്യാൻ നിനക്കെങ്ങനെ മനസ്സ് വന്നു? ഇത് തീർച്ചയായിട്ടും നമ്മളുടെ വളർത്തു ദോഷമാണ്. ഇല്ലെങ്കിൽ അവ ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല. ഇല്ല ഏട്ടെത്തി, നിങ്ങളെ കുറ്റപ്പെടുത്തണ്ട. ഇതെന്റെ ഭാഗ്യദോഷമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടന്നത്. ഓ, ഇതെങ്ങനെ ചെയ്തു രാഹുൽ? ഇത് ചെയ്യാൻ നിനക്കെങ്ങനെ മനസ്സ് വന്നു? ഇത് തീർച്ചയായിട്ടും നമ്മളുടെ വളർത്തു ദോഷമാണ്. ഇല്ലെങ്കിൽ അവ ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല. ഇല്ല ഏട്ടെത്തി, നിങ്ങളെ കുറ്റപ്പെടുത്തണ്ട. ഇതെന്റെ ഭാഗ്യദോഷമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടന്നത്. കരയുന്ന രസികയ്ക്ക് കിഷോറും സരിതയായിരുന്നു ആശ്രയം. രാഹുലിന്റെ ചതിയുടെ ശേഷം രസികയുടെ അമ്മ ഇത് സഹിക്കാതെ മരിച്ചുപോയി. ഇതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞു. രാഹുലാണെങ്കിൽ വിദേശത്ത് പോയി അവന്റെ നമ്പറും മാറ്റി. ഇവിടെ രസികയും ഓഫീസിൽ പോവാൻ തുടങ്ങി. മെല്ലെ മെല്ലെ ഒരു വർഷം കഴിഞ്ഞു. പക്ഷെ രാഹുൽ തിരിച്ചു വന്നില്ല. കിഷോറിനും സരിതയ്ക്ക് മനസ്സിലായി ഇനി രാഹുൽ തിരിച്ചു വരില്ലെന്ന്. പിന്നെ ഒരു വൈകുന്നേരം രസിക ഓഫീസിൽ നിന്ന് വന്നപ്പോൾ അവള് ഞെട്ടിപ്പോയി. കിഷോറും സരിതയും അവളുടെ കൊലീഗ് ഹരീഷിനൊപ്പം ഇരിക്കുമായിരുന്നു. ഹരീഷേ, നിങ്ങളോ? അതെ രസിക, ഹരീഷിനോട് ഞങ്ങളാണ് വരാൻ പറഞ്ഞത്. രസിക, ഹരീഷിനോട് ഞങ്ങൾ ഫോണിൽ സംസാരിച്ചായിരുന്നു. ഇദ്ദേഹത്തിന് നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഏട്ടത്തി, ഇത് നടക്കത്തില്ല. എന്തുകൊണ്ടില്ല? രാഹുൽ അവന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോവാങ്കിൽ നിനക്ക് എന്തുകൊണ്ട് പറ്റില്ല? ഞാൻ നിന്റെ ഏട്ടത്തി മാത്രമല്ല, ആന്റി പോയതിനു ശേഷം ഞാൻ നിന്റെ അമ്മയുമാണ്. എനിക്ക് നിന്റെ മേൽ അധികാരമുണ്ട്. നിനക്ക് ഹരീഷിനെ ഇഷ്ടമാണോ അല്ലേന്ന് മാത്രം പറഞ്ഞാൽ മതി. ഏട്ടത്തി. രസികയ്ക്ക് മറുപടി ഒന്നും പറയാൻ പറ്റിയില്ല. പക്ഷെ അവളുടെ കണ്ണീര് അവളുടെ മനസ്സിന്റെ അവസ്ഥ പറഞ്ഞു. അവളുടെ ഭാവന സരിതയ്ക്ക് മനസ്സിലായി. രസിക, നീ ഈ വീട്ടിൽ എന്റെ നാത്തൂനായി വന്നെങ്കിലും നീ ഇപ്പോ എന്റെ മകളാണ്. രാഹുലിന്റെ തെറ്റിന്റെ ശിക്ഷ നിനക്കല്ല കിട്ടുന്നത്. നിന്റെ കല്യാണം ഹരീഷുമായി നടക്കും. ഞങ്ങള് നിന്റെ കന്യാദാനം ചെയ്യും. പിന്നെ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, നിന്റെ ഈ വീടുമായിട്ടുള്ള ബന്ധം ഒരിക്കലും മുറിയില്ല. ഈ വീട് എന്നും നിന്റേതായിരിക്കും. ഇത്രയും പറഞ്ഞിട്ട് സരിത രസികനെ കെട്ടിപ്പിടിച്ചു. രസിക കരയുകയായിരുന്നു. പക്ഷെ അവൾക്ക് വിശ്വാസമായിരുന്നു ഇതിനുശേഷം ഒരിക്കലും കരയില്ല എന്ന്. കാരണം അവൾ അനാഥയും ഒറ്റയ്ക്കുമല്ല. ചേട്ടത്തി, ഞങ്ങളുടെ കോളേജിൽ എല്ലാവരും ഗോവയ്ക്ക് ട്രിപ്പ് പോകുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സ് എല്ലാവരും പോകുന്നുണ്ട്. എനിക്കും പോകണമെന്ന് തോന്നുന്നു. ചേട്ടത്തി, ഞാനും പൊയ്ക്കോട്ടെ? 5000 രൂപ തരാമോ? എന്റെ ദൈവമേ, 5000 രൂപയോ? അതിന് എന്തോരം വീട്ടു സാധനങ്ങൾ വാങ്ങാം. നീ ഗോവയിലൊന്നും പോകണ്ട. മിണ്ടാതെ വീട്ടിലിരുന്ന് വീട്ടുജോലി ചെയ്തോണ്ടിരുന്നോ. ഇന്നാ ഈ തുണിയെല്ലാം കൊണ്ടുപോയി മടക്കി വെക്ക്. എന്നാൽ ചേട്ടത്തി, കോളേജിൽ പോകാൻ സമയമായി. ഞാൻ കോളേജിൽ നിന്ന് വന്നിട്ട് മടക്കി വെക്കാം. ഓ, നീ പഠിച്ചിട്ട് ഇനി കളക്ടർ ആവാൻ പോവുകയാണോ? കല്യാണം കഴിഞ്ഞാലും വീട്ടുജോലിയല്ലേ ചെയ്യേണ്ടത്. പോയി വീട്ടിലെ ജോലിയെല്ലാം ചെയ്. അതിനുശേഷം ശിവാനി അന്ന് കോളേജിൽ പോകുന്നത് നിർത്തി എല്ലാ തുണിയും അയൺ ചെയ്തുകൊണ്ടേയിരുന്നു. ശിവാനിക്ക് 8 വയസ്സുള്ളപ്പോൾ അവളുടെ അച്ഛനും അമ്മയും മരിച്ചുപോയിരുന്നു.
ശിവാനി ഇപ്പോൾ ചേട്ടന്റെ വീട്ടിലായിരുന്നു. എന്നാൽ ചേട്ടന്റെ വീട്ടിൽ അവളെ ശരിക്കും നോക്കിയിരുന്നതേയില്ല. അടുത്ത ദിവസം രാവിലെ ശിവാനി കോളേജിൽ പോയപ്പോൾ അവിടെ ബെസ്റ്റ് ഫ്രണ്ട് ആകാശ് അവളോട് ചോദിച്ചു, ശിവാനി, നീ എന്താ കോളേജിലേക്ക് വരാത്തത്? ഞാൻ നിനക്ക് വേണ്ടി എത്ര നേരം കാത്തിരുന്നെന്നറിയാമോ? ഒന്നുമില്ല ആകാശ്, അത് വീട്ടിൽ കുറെ ജോലി ഉണ്ടായിരുന്നു. ജോലി കൂടുതലായിരുന്നോ അതോ നിന്റെ ചേട്ടത്തി വിടാത്തതാണോ? അതെ ആകാശ്, ചേട്ടത്തിയാണ് കോളേജിൽ വിടാത്തത്. ഞാൻ കോളേജിൽ പഠിക്കുന്നത് ചേട്ടത്തിക്ക് ഇഷ്ടമല്ല. ഇനി ഞാൻ വീട്ടിലിരുന്ന് പഠിക്കാൻ ചിന്തിച്ചാലും അവർ എന്നെ വെറുതെ ഇരിക്കാൻ വിടാതെ ജോലികൾ തരും. ഇതെല്ലാം എന്താ നീ ചേട്ടനോട് പറയാത്തത്? ചേട്ടനോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാരണം ചേട്ടത്തിയെ പോലെ ചേട്ടനും എന്നും എന്നോട് വഴക്കിടും. കല്യാണത്തിന് മുൻപ് എന്നോട് സ്നേഹമുണ്ടായിരുന്നു. എന്നാൽ ചേട്ടത്തി എന്നാണോ വീട്ടിൽ വന്നത് അന്നു മുതൽ സ്നേഹമെല്ലാം പോയി. ശിവാനി വിഷമിച്ചു നിൽക്കുന്നത് കണ്ട് ആകാശ് ഒരുപാട് വിഷമിച്ചു. കാരണം മനസ്സിലവൻ ശിവാനിയെ സ്നേഹിച്ചിരുന്നു. എന്നാൽ ശിവാനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ കോളേജിലെ ബെല്ലുമടിച്ചു. ആകാശ് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ശരി, വേഗം വാ, കൃപ ടീച്ചറിന്റെ ലെക്ചർ തുടങ്ങിയിട്ടുണ്ട്. ലേറ്റ് ആയി കഴിഞ്ഞാൽ അവർ നമ്മളെ വഴക്ക് പറയും. അതിനുശേഷം ശിവാനിയും ആകാശും ചിരിച്ചുകൊണ്ട് ലെക്ചർ അറ്റൻഡ് ചെയ്യാൻ ക്ലാസ്സിലേക്ക് പോയി. അങ്ങനെ നാളുകളും കടന്നു. ഒരു ദിവസം ആകാശ് ശിവാനിയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാനായി പോയി. ശിവാനി കാറിൽ നിന്നിറങ്ങുന്നത് അവളുടെ ചേട്ടത്തി കണ്ടു. ശിവാനി വീട്ടിൽ പോയതും അവളോട് ചോദിച്ചു, ഇപ്പോഴാണോ വീട്ടിലേക്ക് വരേണ്ടത്? നിനക്ക് നാണോ മാനോ ഒന്നുമില്ലേ? ചേട്ടത്തി, എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? 1 മണിക്കൂറല്ലേ ലേറ്റായുള്ളൂ. ഞാനിത് 1 ദിവസം കഴിഞ്ഞ് വന്നതുപോലെയാണല്ലോ. എന്നെ എതിർത്ത് സംസാരിക്കുന്നോ? ഇന്ന് 1 മണിക്കൂറിന് ഞാൻ നിന്നെ വെറുതെ വിട്ടാൽ നാളെ നീ 2 ദിവസത്തേക്ക് തിരിച്ചു വരില്ല. ആദ്യം ഞാൻ ചോദിക്കുന്നതിന് മറുപടി താ. ചേട്ടത്തി, 2 ദിവസത്തിനുള്ളിൽ എനിക്ക് എക്സാമാ. ഞാൻ ലൈബ്രറിയിൽ പഠിക്കുകയായിരുന്നു. വീട്ടിൽ എന്നെ പഠിക്കാൻ സമ്മതിക്കില്ല. എന്തെങ്കിലും ജോലി തന്നുകൊണ്ടേയിരിക്കും. ഓഹോ, അതാണോ കാര്യം? നീ കാരണങ്ങൾ നാക്കിന്റെ തുമ്പിൽ വച്ചിരിക്കുകയാണല്ലോ. നിന്നെ ഇറക്കി വിട്ടിട്ട് പോയില്ലേ ആ ചെക്കൻ ആരാ? അവൻ കോളേജിൽ എന്റെ കൂടെ പഠിക്കുന്നതാ. ഇന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി. അതുകൊണ്ടാ അവൻ എന്നെ ഡ്രോപ്പ് ചെയ്തത്. വരുംതോറും നിനക്ക് അഹങ്കാരം കൂടുന്നുണ്ട്. ഇന്ന് ആരുടെ കൂടെയോ നീ കാറിലിറങ്ങി. നാളെ ആരെയെങ്കിലും കെട്ടിക്കൊണ്ടുവരും. ഞങ്ങളുടെ അഭിമാനം എന്താകും? ഇന്ന് നിന്റെ ചേട്ടൻ വരട്ടെ. ചേട്ടനോട് നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞോളാം. ശിവാനി തന്റെ ചേട്ടത്തിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ ചേട്ടത്തി ഒന്നും കേട്ടതേയില്ല. അവളുടെ ചേട്ടൻ വന്നതും എല്ലാം പറയണമെന്ന് കരുതി. അപ്പോൾ ചേട്ടൻ മയങ്ക് വീട്ടിൽ വന്നതും അന്ന് സംഭവിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ശിവാനി എന്നത്തെയും പോലെ പുറപ്പെട്ട് കോളേജിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ അവളുടെ ചേട്ടൻ മയങ്ക് അവളെ തടഞ്ഞു. ശിവാനി, ഇനി നീ കോളേജിലേക്ക് പോകണ്ട. എന്നാൽ എന്താ ചേട്ടാ, എനിക്കിന്ന് എക്സാം ഉണ്ട്. പഠിച്ചതൊക്കെ മതി. വീട്ടിലിരുന്ന് വീട്ടുജോലികൾ പഠിക്ക്. നീ ഞങ്ങളെ അപമാനപ്പെടുത്തുന്നതിന് മുൻപ് നിന്നെ ഞങ്ങൾ കല്യാണം ചെയ്ത് അയച്ചോളാം. കല്യാണമോ? ഇത്രയും പെട്ടെന്നോ? പറ്റില്ല ചേട്ടാ. എന്റെ പഠിത്തം കഴിഞ്ഞാലേ ഞാൻ ആരെയും കല്യാണം കഴിക്കൂ. ശിവാനി, നിനക്കറിയാമല്ലോ, ഞാൻ ഒരു തീരുമാനമെടുത്താൽ തീരുമാനമെടുത്തതാ. നാളെ വൈകുന്നേരം നിന്നെ കാണാൻ വരും. നീ റെഡി ആയിക്കോ, വേഗം നിനക്ക് കല്യാണമാ. ശിവാനി ചേട്ടനെ എത്ര പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും മയങ്ക് അവൾ പറയുന്നത് കേട്ടതേയില്ല. കോളേജിലിരുന്ന ആകാശ് ശിവാനി എപ്പോൾ വരുമെന്ന് കാത്തിരുന്നു. എന്നാൽ എക്സാം ഹാളിലേക്ക് ശിവാനി വരാത്തതുകൊണ്ട് ആകാശും എക്സാം എഴുതാതെ അവിടെ നിന്നും വെളിയിലേക്ക് പോയി. എക്സാം കഴിഞ്ഞതിനു ശേഷം ശിവാനിയുടെയും ആകാശിന്റെയും ഫ്രണ്ട് ഒരാൾ ആകാശിന്റെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞു, ആകാശ്, നിനക്കെന്താ ഭ്രാന്തുണ്ടോ? എക്സാം എന്താ എഴുതാത്തത്? നിധി, ഇന്ന് ശിവാനി കോളേജിലേക്ക് വന്നില്ല. എന്തോ കുഴപ്പമുണ്ട്. നീ അവളുടെ വീട്ടിലേക്ക് പോയി എന്ത് പറ്റിയെന്ന് നോക്കിയിട്ട് വരാമോ? ശരി ശരി, ഞാൻ പോയി നോക്കിയിട്ട് പറയാം. എന്നാൽ ഒരു കാര്യം പറ, ശിവാനിയെ നീ സ്നേഹിക്കുന്നു എന്ന് എന്താ നീ പറയാത്തത്? നീ പറഞ്ഞത് ശരിയാ. ശരി, നീ അവളോട് പറ, നാളെ രാവിലെ ക്ഷേത്രത്തിൽ വരാൻ വേണ്ടി. അപ്പോൾ നിധി ശിവാനിയുടെ വീട്ടിലേക്ക് പോയി ആകാശ് പറഞ്ഞ എല്ലാ കാര്യവും പറഞ്ഞു. അടുത്ത ദിവസം തന്നെ ശിവാനി ആകാശ് പറഞ്ഞ ആ ക്ഷേത്രത്തിലേക്ക് പോയി സംഭവിച്ച എല്ലാ കാര്യവും പറഞ്ഞു. ആകാശ്, എനിക്ക് ഇഷ്ടമല്ലാതെ എന്റെ ചേട്ടനും എന്റെ ചേട്ടത്തിയും കല്യാണം കഴിഞ്ഞ ഒരാളെ കൊണ്ട് കെട്ടിക്കാൻ നോക്കുന്നു. അയാൾക്കിപ്പോൾ 2 കുഞ്ഞുങ്ങളുമുണ്ട്. എന്നാൽ എന്താ അങ്ങനെ ചെയ്യുന്നത്? കാരണം അയാൾക്ക് ഒരുപാട് പണമുണ്ട്. എന്നെ ആ വീട്ടിൽ കെട്ടിച്ചു വിട്ടാൽ അതിനുശേഷം ചേട്ടനും ചേട്ടത്തിക്കും ചിലവ് വരില്ല എന്ന് കരുതുന്നു. നിധി എല്ലാം എന്നോട് പറഞ്ഞു. ഈ ചതുപ്പ് നിലത്തിൽ നിന്നും നിനക്ക് വെളിയിൽ വരണമെങ്കിൽ നീ നിന്റെ ചേട്ടന്റെ വീട്ടിൽ നിന്നും വെളിയിൽ വരണം. എന്നാൽ ഞാൻ അതിനുശേഷം എവിടെ പോകും? ചേട്ടനല്ലാതെ എനിക്ക് വേറെ ആരുണ്ട് ഈ ലോകത്ത്? നീ എന്റെ വീട്ടിലേക്ക് വാ. ഞാൻ സത്യമാ പറയുന്നത്. നിനക്ക് ഒരു കുറവും വരാതെ ഞാൻ നോക്കാം. ഇല്ല ആകാശ്, ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നാൽ നിന്റെ വീട്ടിലുള്ളവർ എന്ത് കരുതും? ഒരു കാരണവുമില്ലാതെ വന്നാൽ ഇല്ല, അത് ശരിയാവില്ല.
ശിവാനി, നമ്മളിപ്പോൾ ക്ഷേത്രത്തിലാണ്. ദൈവത്തിന്റെ മുൻപിൽ വെച്ച് ഞാൻ നിന്നോട് കള്ളം പറയില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ജീവിതം മുഴുവനും നിന്റെ കൂടെ തന്നെ കാണും. എന്നെ കല്യാണം കഴിക്കാമോ ശിവാനി? നിന്നെ ലൈഫ് ലോങ് ഞാൻ നന്നായി നോക്കാം. ഇത് ദൈവത്തിന്റെ മുൻപിൽ വെച്ചാ ഞാൻ പറയുന്നത്. എപ്പോഴും സന്തോഷത്തോടെ നോക്കാം. നിന്റെ കണ്ണ് കലങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ആകാശ് പറയുന്നത് കേട്ട് ശിവാനിക്ക് ഒന്നും മനസ്സിലായില്ല. അവൾ എന്തെങ്കിലും ചിന്തിക്കുന്നതിന് മുൻപ് ആകാശ് കുറച്ച് കുങ്കുമമെടുത്ത് അവളുടെ നെറ്റിയിലത് തൊട്ടു. ആകാശിന്റെ വാക്കുകൾ ശിവാനിയെ നേടി. കാരണം അവളുടെ ജീവിതത്തിൽ ഒരാളും അവളെ ഇത്രയും സ്നേഹിച്ചിട്ടില്ല. അതിനുശേഷം ശിവക്ഷേത്രത്തിൽ അഗ്നിസാക്ഷിയായി രണ്ടുപേരുടെ കല്യാണവും കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ ശേഷം ശിവാനി ആകാശിനെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അത് കണ്ട് അവളുടെ ചേട്ടത്തി നെഞ്ചത്ത് കൈവച്ചടിച്ച് കരഞ്ഞു. അയ്യോ ദൈവമേ, ഈ പെങ്കൊച്ച് ചെയ്ത ജോലി കണ്ടോ? നാളെ നമ്മൾ എങ്ങനെ തലപൊക്കി നടക്കും? ഞാൻ പേടിച്ചതുപോലെയായി. ഈ പെണ്ണ് എന്നെ നാണം കെടുത്തി. അങ്ങനെയാണോ? നിങ്ങൾ ആ വയസ്സായ കിഴവൻ എന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ അത് തെറ്റുമല്ല, നാണക്കേടുമല്ല. എന്നാൽ എനിക്കിഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചപ്പോൾ അതിൽ നമ്മുടെ കുടുംബത്തിന്റെ മാനം പോകുമല്ലേ? ശിവാനി, നീ ചെയ്തത് തെറ്റാ. വീട്ടിൽ നിന്ന് വെളിയിൽ പോ. ഇനി നിന്റെ മുഖം കാണാനേ എനിക്കിഷ്ടമല്ല. ഇന്നു മുതൽ നീ മരിച്ചു കഴിഞ്ഞു. ചേട്ടത്തി എന്ന് ഈ വീട്ടിലേക്ക് വന്നോ അന്നു മുതൽ ഞാനിവിടെ മരിച്ചതുപോലെയാ. അത് പറയാൻ കുറച്ച് വർഷങ്ങളായി, അത്രയുള്ളൂ. അതിനുശേഷം ആകാശ് ശിവാനിയെയും കൂട്ടി അവന്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ കാറിലിരുന്ന് ശിവാനി ആകാശിനോട് ചോദിച്ചു, ആകാശ്, നിനക്ക് പേടിയാവുന്നില്ലേ? എനിക്ക് പേടിയാകുന്നുണ്ട്. നിന്റെ അച്ഛനും അമ്മയും നമ്മൾ കല്യാണം കഴിച്ചത് കണ്ട് എന്തു പറയും? നമ്മളെ അവർ അംഗീകരിക്കുമോ? നീ ഒന്നോർത്തും വിഷമിക്കണ്ട. ദൈവം നമുക്ക് നല്ലതേ വരുത്തൂ. വീട്ടിലേക്ക് പോയപ്പോൾ ആകാശ് കാറിൽ നിന്നിറങ്ങി ശിവാനിക്ക് ഡോറും തുറന്ന് വെളിയിലേക്ക് വാ എന്നും പറഞ്ഞു. ശിവാനി പേടിച്ച് വീട്ടിലേക്ക് ആകാശിന്റെ കൂടെ പോയപ്പോൾ പെട്ടെന്ന് അവരുടെ നേരെ പൂക്കളുടെ മഴ വീഴാൻ തുടങ്ങി. അതുമല്ലാതെ അമ്മയും അച്ഛനും രണ്ടുപേരും ആരതിയും പിടിച്ച് വെളിയിലേക്ക് വന്നു. ശിവാനി അതെല്ലാം കണ്ട് ഒരുപാട് ഷോക്കായി. ആകാശിന്റെ അമ്മയും അച്ഛനും സന്തോഷത്തോടെ ശിവാനിയെ സ്വീകരിച്ചു. മരുമകളായി വന്നതും അവൾക്ക് സ്വർണവളയും ഇട്ടുകൊടുത്തു. ശേഷം ആകാശും ശിവാനിയും അച്ഛന്റെയും അമ്മയുടെയും കാലിൽ വീണ് അനുഗ്രഹം വാങ്ങി. ശിവാനി ആകാശിനോട് ചോദിച്ചു, ആകാശ്, ഇപ്പോഴെങ്കിലും പറയൂ, എന്താ ഇതൊക്കെ? നിന്റെ അച്ഛനും അമ്മയും ദേഷ്യപ്പെടേണ്ട സ്ഥാനത്ത് നമ്മളെ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല. പറയാം, ഞാൻ എല്ലാം പറയാം. എന്റെ അച്ഛനോടും അമ്മയോടും നിന്നെക്കുറിച്ച് ഞാൻ ഇതിനു മുൻപേ പറഞ്ഞിട്ടുണ്ട്. ഇവരാണ് എന്നോട് പറഞ്ഞത് നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി, നിന്നെ മരുമകളായി വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ഇതിനെല്ലാത്തിനും കാരണം ഇവർ തന്നെയാണെന്ന് ഞാൻ പറയും. ഓഹോ, അതാണോ ഞാൻ ക്ഷേത്രത്തിൽ മറുപടി പറയുന്നതിന് മുൻപ് നീ എന്റെ നെറ്റിയിൽ പൊട്ടുതൊട്ടത്? അപ്പോൾ എനിക്ക് വേറൊരു മാർഗവുമില്ലാത്തതുകൊണ്ടല്ലേ? എന്റെ അച്ഛനും അമ്മയും രാവിലെ മുതൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവരാണ് വീട് ക്ലീൻ ചെയ്തത്. നമുക്ക് ഗിഫ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഫ്ലവേഴ്സും ഇതും അവരുടെ ഐഡിയയാണ്. ആകാശ്, നിന്റെ അച്ഛനും അമ്മയും സ്നേഹമുള്ളവരാണ്. എന്റെ അച്ഛൻ അമ്മയെന്ന് പറയണ്ട. ഇവർ നിനക്കും അച്ഛനും അമ്മയും പോലെയാണ്. അതെ അതെ, നമ്മുടെ അച്ഛനും അമ്മയും നല്ലവരാ. അങ്ങനെ രണ്ടുപേരും അവരുടെ പഠനവും പൂർത്തിയാക്കി. പിന്നെ അവർക്ക് ഒരു MNCയിൽ ജോലിയും കിട്ടി. Thanks for watching.